വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 500-നടുത്തെത്തുമ്പോൾ വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണയും എത്തുന്നതായി ആക്ഷേപം. വർക്ക്ഷോപ്പുകളിൽ നിന്നും കരിയോയിൽ വൻതോതിൽ സംഭരിക്കുന്ന മാഫിയ സംഘങ്ങൾ എത്തിയതോടെയാണ് സംശയം ബലപ്പെടുന്നത്. മുൻപൊക്കെ വർക്ക്ഷോപ്പുകളിൽ നിന്നും തടിമില്ലിലെ അറക്കവാളുകളിൽ തേക്കുന്നതിനും കെട്ടിട നിർമ്മാണ കരാറുകാർ വാർക്കത്തകളിൽ തേക്കുന്നതിനും മറ്റുമായാണ് കരിയോയിൽ വാങ്ങിയിരുന്നത്. എന്നാൽ നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങൾ ഓട്ടോറിക്ഷകളിലെത്തി കരിയോയിൽ ശേഖരിക്കുന്നതാണ് മാർക്കറ്റിൽ കൃത്രിമ വെളിച്ചെണ്ണ എത്തുന്നുണ്ടോ എന്ന സംശയം ശക്തമാകാൻ കാരണമാവുന്നത്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ ഇപ്പം കോൺക്രീറ്റുകാർ വന്ന് മേടിക്കുന്നുണ്ട്. അവരുടെ ഷീറ്റിന്, അവരുടെ കോൺക്രീറ്റ് തകിടിന് ഇത് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി, പെയിൻ്റ് അതല്ല, അത് പോളിഷ് ചെയ്ത് വെക്കാൻ വേണ്ടി, തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഈ കൺസ്ട്രക്ഷൻ, വലിയ കൺസ്ട്രക്ഷൻ വർക്ക്, PPK, EKK ഒക്കെ പോലത്തെ അവർ വന്ന് വ്യാപകമായിട്ട് എടുക്കാറുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ലോബി വന്ന് എടുക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. പിന്നെ പല ആപ്പ പോലത്തെ ട്രക്കുകളിൽ ഇത് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെന്ത് ആവശ്യത്തിനാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ വാർക്കപ്പണിക്കാർ മറ്റേ ഈ പാറമട ടിപ്പറിനകത്ത് ഒഴിക്കാനുണ്ട്, ടിപ്പറോ, കാരണം അവർ അതിന് വേണ്ടി ഉപയോഗിക്കും, പാറമട കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വാർക്കപ്പണിക്കാരല്ല, അല്ലാതെ ഞങ്ങൾ അവരെ കൊടുക്കാറില്ല. അത് ഞാനിപ്പോൾ ഇവിടെ നമുക്ക് അവർ എടുക്കാൻ വന്നാൽ നമുക്ക് വില കൂടുതലാണ്, നമ്മളത് കൊടുക്കാറില്ല. അങ്ങനെ ഓയില് രാസപ്രക്രിയയിലൂടെ കരിയോയിൽ നിന്നും കരി നീക്കം ചെയ്ത് തെളിഞ്ഞ ഓയിലാക്കി മാറ്റി വെളിച്ചെണ്ണയുടെ ഗന്ധമുള്ള കൃത്രിമ എണ്ണ നിർമ്മിക്കപ്പെടുന്നതായി പറയുന്നു. പ്രത്യേകതരം പെട്രോളിയം ജെൽ ചേർത്ത് ഒറിജിനൽ എണ്ണയെ വെല്ലുന്ന വെളിച്ചെണ്ണ മാർക്കറ്റിൽ എത്തിച്ചാൽ സാധാരണഗതിയിൽ തിരിച്ചറിയാൻ കഴിയില്ല. മാർക്കറ്റിൽ വെളിച്ചെണ്ണ വില പിടികിട്ടാതെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരം മാഫിയകൾ കരിയോയിൽ ശേഖരിച്ച ഭക്ഷ്യസുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മാരകമായ എണ്ണകൾ മാർക്കറ്റിൽ എത്തിക്കുന്നതായി സംശയം ശക്തമായിരിക്കുന്നത്. വിപണിയിലെ വ്യാജന്മാരെ കണ്ടെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് ആവശ്യമായിരുന്നു. 15ഓളം ബ്രാൻഡുകൾക്ക് അടുത്തിടെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. വിപണിയിലെ വിലവർധന തടയാനും വ്യാജന്മാരെ കണ്ടെത്താനും ശക്തമായ നടപടികൾ ആവശ്യമാണ്.